കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് അദ്ദേഹം വന്നത്. എത്തിയില്ല എന്നുള്ള നിലയിലാണ് അത് അവസാനിപ്പിച്ചത്. ഏതായാലും സണ്ണി പാസ്റ്റർക്ക് എത്തിപ്പിടിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പദം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ്ക്കൾ. ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ്ക്കൾ. അകമൻ പോലുള്ള ആളുകൾ നമ്മുടെ യുവാക്കളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒത്തിരി ഇത് കുത്തി നിറയ്ക്കുന്നുണ്ട് അവര്, ദൈവവിശ്വാസത്തിനെതിരായുള്ള ആശയങ്ങൾ. അവര് കുറച്ച് ഈ ഗാനം ഏതാണെന്ന് കണ്ടെത്തണം. സുദീർഘമായ സുവിശേഷ വേലയുടെ അനുഭവ സമ്പത്തും ബൈബിൾ ക്വിസ് മത്സരങ്ങളിലെ സജീവ പങ്കാളിത്തവും സ്വായത്തമാക്കിയ പാസ്റ്റർ VM സണ്ണി ഈ ഞായറാഴ്ച ബൈബിൾ ബ്രെയിൻസ് എപ്പിസോഡിൽ വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ ബൈബിൾ ബ്രെയിൻസ് പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473372726 9400520990. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ ബൈബിൾ ബ്രെയിൻസ് പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. സങ്കീർത്തനം 118 22 കൊടുത്തിരിക്കുന്ന വാക്യം പുതിയ നിയമത്തിൽ ആവർത്തിച്ചിരിക്കുന്നത് മത്തായി 21:42, മർക്കോസ് 12:10, ലൂക്കോസ് 20:17, അപ്പോസ്തല പ്രവർത്തികൾ 4:11, 1 പത്രോസ് 2:7 എന്നിവിടങ്ങളിലാണ്. ആദ്യം ഉത്തരമയച്ചത് ജിൻസി സാറാ പീറ്റർ, തിരുവഞ്ചൂർ, കോട്ടയം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ ബൈബിൾ ബ്രെയിൻസ് പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെത്തിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങി വച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കും എന്നാണ് വചനം നമുക്ക് നൽകുന്ന ഉറപ്പ്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് തുടങ്ങി വച്ചിട്ടുള്ള, കർത്താവിനാൽ ആരംഭിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും ഏതെങ്കിലും പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പായും വിശ്വസിക്കാം, ദൈവം നമ്മോട് കൂടെയിരിക്കും. ബൈബിൾ ബ്രെയിൻസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥിയെ പരിചയപ്പെടാം. അതിവേഗം മത്സരത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. നമസ്കാരം. ബൈബിൾ ബ്രെയിൻസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വയമായി ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, എവിടെ നിന്നാണ് വരുന്നത്, എന്ത് ചെയ്യുന്നു തുടങ്ങിയ കാര്യം. എൻ്റെ പേര് പാസ്റ്റർ VM സണ്ണി. ഞാനിപ്പോൾ അടൂർ കടമ്പനാട് കർമ്മേൽ IPC സഭയുടെ ശുശ്രൂഷകനാണ്. എൻ്റെ സ്വന്തം സ്ഥലം എറണാകുളം ജില്ലയിൽ
കോതമംഗലം എന്ന സ്ഥലമാണ്. കഴിഞ്ഞ 35 വർഷങ്ങളായി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്നു. 35 വർഷമായിട്ട് സുവിശേഷ വേലയിൽ തന്നെയാണ്. അതെ. അപ്പം ഇതിനു മുൻപ് ഇങ്ങനെ ഏതെങ്കിലും ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ടോ? ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ അവസരങ്ങൾ കിട്ടുമോ അവിടെയെല്ലാം പോയി പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ 35 വർഷത്തെ പ്രവർത്തന പരിചയം കൂടെ ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായി മത്സരിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം അകത്തുണ്ട്. എങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഭയം തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊരു പൊതുവായിട്ടുള്ള പ്രോഗ്രാമാണ്. പിന്നീട് വരുമ്പോൾ എല്ലാവരും കാണാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചു പോയെങ്കിൽ എന്നൊരു ഭയം വരുന്നുണ്ടോ? എപ്പോഴെങ്കിലും? ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം നല്ല കോൺഫിഡൻസ് ആയിട്ടാണ് മത്സരത്തിലേക്ക് പോകുന്നത്. നമ്മുടെ എപ്പിസോഡുകൾ കാണാറുണ്ടോ? ഉണ്ട്. എന്താണ് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? വളരെ അപ്രീഷിയബിൾ ആണ് ഈ പ്രോഗ്രാം. ഇത് ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോഴേ ഞാൻ ആ നമ്പർ നോട്ട് ചെയ്തു, കോണ്ടാക്ട് ചെയ്തു. പാസ്റ്റേഴ്സിന് പങ്കെടുക്കാൻ അനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അതിനുശേഷം എല്ലാ എപ്പിസോഡും ക്രമമായിട്ട് കാണും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കാണുകയും അപ്പൊ മത്സരത്തിന്റെ പാറ്റേണുകളെ കുറിച്ച് കൃത്യമായൊരു ബോധ്യം പാസ്റ്റർക്കുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടെ ആ മത്സരത്തിന്റെ പാറ്റേൺ വിശദീകരിക്കുകയാണ്. നമ്മൾ മത്സരത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മുഴുവൻ 4 റൗണ്ടുകളാണുള്ളത്. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിലാദ്യത്തെ 4 ചോദ്യങ്ങൾ ഫസ്റ്റ് റൗണ്ട് ആണ്. അതിൽ പൊതുവായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. ആ റൗണ്ട് അവസാനിക്കുമ്പോൾ 1000 രൂപ സമ്മാനത്തുകയിലെത്തും. അതൊരു സേഫ് സോൺ. രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ ചോദ്യങ്ങൾ മത്സരാർത്ഥിക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആ റൗണ്ട് പൂർത്തീകരിച്ചാൽ 3000 രൂപ സമ്മാനത്തുകയിൽ വന്ന് സേഫ് സോണിൽ എത്തി നിൽക്കും. അതിനുശേഷം മുൻപിലേക്ക് പോകുമ്പോൾ 3 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ ലോക മതങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ മിഷണറി ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ആ റൗണ്ടിൽ 3 ചോദ്യങ്ങളാണ്. അതും അവസാനിക്കുമ്പോൾ 6000 രൂപയുടെ ഒരു സേഫ് സോണിലെത്തും. ഒടുവിൽ 12ാമത്തെ ചോദ്യം നമ്മുടെ ബമ്പർ ചോദ്യമാണ്. ആ ബമ്പർ ചോദ്യവും കണ്ടെത്താൻ കഴിഞ്ഞാൽ, പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ 10,000 രൂപ സമ്മാനത്തുകയുമായിട്ട് മടങ്ങിപ്പോകാം. പാസ്റ്റർ മത്സരിക്കുമ്പോൾ ആ 10,000 രൂപ സമ്മാനത്തുകയിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പൊ മറ്റ് സംശയങ്ങളൊന്നുമില്ലല്ലോ ചോദ്യത്തിന്റെ പാറ്റേൺ സംബന്ധിച്ചില്ല. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് വേഗത്തിൽ കടന്നു പോകാം. നമുക്ക് മത്സരത്തിലേക്ക് കടന്നു പോകാം. നമ്മുടെ നമ്മുടെ ക്വിസ് മത്സരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1ാമത്തെ റൗണ്ടിലെ 1ാമത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ സഹോദരങ്ങൾ അല്ലാത്തത് ആരൊക്കെ? ഓപ്ഷൻ എ എഫ്രൈം മനശ്ശെ, ഓപ്ഷൻ ബി രൂബേൻ ലേവി, ഓപ്ഷൻ സി കയീൻ ഷേത്ത്, ഓപ്ഷൻ ഡി അബ്രഹാം യാക്കോബ്. ഈ പറയുന്നവരിൽ സഹോദരങ്ങൾ അല്ലാത്തത് ആരൊക്കെ? ഓപ്ഷൻ ഡി അബ്രഹാം യാക്കോബ്. ഓപ്ഷൻ ഡി അബ്രഹാം യാക്കോബ് ഉറപ്പിക്കുകയാണ്? നിശ്ചയമായും. ഓപ്ഷൻ ഡി അബ്രഹാം യാക്കോബ് ഉത്തരം ഉറപ്പിക്കാം. ബാക്കി ആളുകളെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കറിയാം. എഫ്രൈം മനശ്ശെയും രൂബേനും ലേവിയും കയീനും ഷേത്തിലും സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. ഹാബേലിന് ശേഷം ജനിച്ച മകനാണ് ഷേത്ത്. ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അപ്പോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഉറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ഡി ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ഡി ഉത്തരം വളരെ ശരിയാണ്. ആദ്യത്തെ ഉത്തരം ശരിയാക്കിക്കൊണ്ട് 500 രൂപയുടെ സമ്മാനത്തുക ഇപ്പോൾ നേടിയിട്ടുണ്ട്. അത് ആ 500 രൂപ സമ്മാനത്തുക ഉറപ്പിക്കണമെങ്കിൽ 4ാമത്തെ ചോദ്യം വരെ നമ്മൾ ഫിനിഷ് ചെയ്യണം. 4ാമത്തെ ചോദ്യം ഫിനിഷ് ചെയ്യുമ്പോൾ മാത്രം ഈ സമ്മാനത്തുക നമുക്ക് ലഭിക്കും. അപ്പോൾ മുമ്പിലേക്ക് പോകാം. ചോദ്യങ്ങൾ വളരെ ലളിതമാണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് മുൻപോട്ട് പോകുന്നത്. നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം: നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് യേശു 1-ലധികം തവണ ചോദിച്ചത് ആരോട്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി യാക്കോബ്, ഓപ്ഷൻ സി യോഹന്നാൻ, ഓപ്ഷൻ ഡി യൂദ. ഇവരിൽ ആരോടാണ് യേശു 1-ലധികം തവണ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചത്? ഓപ്ഷൻ എ പത്രോസ്.
ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കാം. ഓപ്ഷൻ എ പത്രോസ്, ഉത്തരം ഉറപ്പിക്കുകയാണ്. സംശയമില്ലാത്ത കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തന്റെ പുനരുത്ഥാനാനന്തര പ്രത്യക്ഷതകളുടെ ഭാഗമായി തിബരിയാസിൽ വെച്ച് പത്രോസിനെ കണ്ടുമുട്ടുമ്പോ പഴയ കയ്പിന്റെ അനുഭവങ്ങൾ, മഹാപുരോഹിതന്റെ കാവൽപുരമുറ്റത്ത് നിന്ന് യേശുവിനെ അറിയില്ലെന്ന് തള്ളിപ്പറഞ്ഞ് ആണയിടുകയും രാഗയൊക്കെ ചെയ്ത ആളാണ് പത്രോസ്. ആ പത്രോസിനെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യഭാഗങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ പത്രോസ്, ഉത്തരം ശരിയാണോ? പത്രോസ്, ഉത്തരം വളരെ ശരിയാണ്. 500-ൽ നിന്ന് 600 രൂപയായി ആ സമ്മാനത്തുക ഉയർന്നിട്ടുണ്ട്. നമുക്ക് മുമ്പിലേക്ക് മത്സരത്തിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 സൂചനകളാണ് നിങ്ങൾക്കുള്ളത്. ആ 3 സൂചനകൾ ശ്രദ്ധിച്ച ശേഷം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം, ഉത്തരവും കമന്റായി രേഖപ്പെടുത്താം. പക്ഷേ സമ്മാനം ലഭിക്കണമെങ്കിൽ അത് പറഞ്ഞിരിക്കുന്ന വിധത്തിൽ ആ ഉത്തരം നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതാണ് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് നയിക്കുന്ന 1-ാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 1-ാം സൂചന. ഞാൻ ഒരു സ്വപ്നം കണ്ടതായി പഴയ നിയമത്തിൽ പറയുന്നു. ആ സ്വപ്നം എന്റെ ഭാവിയെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. മടങ്ങി വരാം. 2 ചോദ്യങ്ങൾ വളരെ നന്നായി മത്സരിച്ചിട്ടുണ്ട്. 1-ാമത്തെ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കും. താഴെ പറയുന്നവയിൽ യോനയുമായി ബന്ധമില്ലാത്തത് ഏതിന്? ഓപ്ഷൻ എ കപ്പലിന്, ഓപ്ഷൻ ബി ആവണക്കിന്, ഓപ്ഷൻ സി സമുദ്രം, ഓപ്ഷൻ ഡി കനലിന്മേൽ ചുട്ട അട. ഇവയിൽ ഏതിനാണ് യോനയ്ക്ക് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ഡി കനലിന്മേൽ ചുട്ട അട. ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി കനലിന്മേൽ ചുട്ട അട. കനലിന്മേൽ ചുട്ട അട തമ്പുരാൻ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ യോനയ്ക്ക് കൊടുത്തിട്ടില്ല. കനലിന്മേൽ ചുട്ട അട ലഭിച്ച മറ്റാളുകൾ ഏലിയാവിന് ദൈവം അട കൊടുത്തിട്ടുണ്ട്. അവൻ തന്റെ യാത്രയിൽ ഇനി മുമ്പോട്ട് പോകണ്ട എന്ന് കരുതിയപ്പോ അവന്റെ തോളിൽ തട്ടി അവനെ ഉണർത്തി, നിനക്കിനിയും ദൂരയാത്ര ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞൊരു അട. പലപ്പോഴും ശുശ്രൂഷ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ലേ, മുമ്പോട്ട് പോകുന്നതൊക്കെ സംബന്ധിച്ച് പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ പുറത്ത് തോളിൽ തട്ടിയിട്ട് മുമ്പോട്ട് പോകാനുള്ള ഇതുപോലുള്ള നിരവധി കനലടകൾ പ്രാപിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിലൂടെ അങ്ങനെ വല്ലതും കടന്നു പോയിട്ടുണ്ടോ? നിശ്ചയമായിട്ടും ജീവിതത്തിലെ ചില ആവശ്യങ്ങളുടെ മുഖത്ത് എല്ലാ വഴികളും അടയപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ച സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ വചനം പല പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഇത് ജീവിതത്തിൽ അനുഭവമാകത്തക്കവണ്ണം അത്ഭുതകരമായ ദൈവ കരുതൽ ഈ നിലകളിൽ അനുഭവിച്ചറിയുവാനിടയായി തീർന്നിട്ടുണ്ട്. ഒരു ദൂരയാത്ര ചെയ്യണം എന്ന് ദൈവം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ പ്രതിസന്ധിയിൽ ദൈവം ഉറപ്പായിട്ടും തട്ടി ഉണർത്തി മുമ്പിലേക്ക് പോകാനുള്ള ഒരു കരുത്ത് കൃത്യമായി തമ്പുരാൻ നൽകുന്നുണ്ട്. എത്ര മഹത്വകരമാണ് നമ്മുടെ മേലുള്ള ആ വിളിയും തെരഞ്ഞെടുപ്പും മുൻപിലേക്ക് കൊണ്ടുപോകുന്ന വിധങ്ങളും നമുക്ക് പരിശോധിക്കാം. 3-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി കനലിന്മേൽ ചുട്ട അട. ഉത്തരം ശരിയാണ്. ആ ഉത്തരവും വളരെ ശരിയാണ്. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി 800 രൂപയായി ആ സമ്മാനത്തുക വർദ്ധിച്ചിട്ടുണ്ട്. 1-ാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ 1000 രൂപയുടെ സേഫ് സോണിൽ എത്തി നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് 4-ാമത്തെ ചോദ്യത്തിലേക്ക് പോകും. 1-ാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. യേശുവിനെ കാണാൻ സക്കായി കയറിയത് ഏത് മരത്തിൽ? ഓപ്ഷൻ എ കാട്ടൊലിവിൽ, ഓപ്ഷൻ ബി കാട്ടത്തിയിൽ, ഓപ്ഷൻ സി ഗോഫർ മരത്തിൽ, ഓപ്ഷൻ ഡി ഗദിര മരത്തിൽ. ഇതിൽ ഏത് മരത്തിലാണ് യേശുവിനെ കാണാൻ സക്കായി കയറിയത്? ഓപ്ഷൻ ബി കാട്ടത്തി. ഓപ്ഷൻ ബി കാട്ടത്തി. ഉറപ്പിക്കാം. ഓപ്ഷൻ ബി കാട്ടത്തി. അത്
വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന ഉത്തരമാണ്, ഏറെ പരിചയമുള്ള ഭാഗമാണ്. യേശുവിനെ ആൾക്കൂട്ടത്തിനിടയിൽ കണ്ടെത്താൻ വേണ്ടി ഇപ്പൊ അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്. യേശുവിനെ കണ്ടെത്താൻ പരിശ്രമിക്കുന്ന ആളുകൾ. എനിക്ക് തോന്നുന്നു പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് നിരീശ്വരവാദത്തിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ളൊരു ജനറേഷനായിട്ട് ഈ ജനറേഷൻ മാറുന്നുണ്ട്. ഈ വൈശാഖൻ തമ്പി, ഒരു സയന്റിസ്റ്റ്, സി രവിചന്ദ്രൻ, മൈത്രേയൻ പോലുള്ള ആളുകൾ നമ്മുടെ യുവാക്കളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒത്തിരി ഇത് കുത്തി നിറയ്ക്കുന്നുണ്ട്. അവര് ദൈവവിശ്വാസത്തിനെതിരായുള്ള ആശയങ്ങൾ. അവര് കുറച്ചുകൂടെ ഫ്രീഡവും ജീവിതത്തിനൊരു ലൈസൻസ് ഇല്ലാത്തൊരു ജീവിതം നയിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അവരത് സ്വതന്ത്ര ചിന്ത എന്നതിനെ വിളിക്കുന്നുണ്ട്. യേശുവിനെ കണ്ടെത്താൻ വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. തന്നെയല്ല, ഈ തലമുറയിൽ യുവാക്കൾ അത്രത്തോളം സഭയോട് ആഭിമുഖ്യമുള്ള ആളുകൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. വിലയിരുത്തുന്നുണ്ട് കർത്താവിന്റെ ദാസനെതിരെ. ഇങ്ങനെയുള്ള ആശയങ്ങളോട് യുവാക്കൾ ഇപ്പോൾ കൂടുതൽ ആഭിമുഖ്യം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നിരീശ്വരവാദ ചിന്തകളോടൊക്കെ അത് ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അനുഭവത്തിലോട്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ലിബറൽ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുള്ള ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അതിനപ്പുറത്ത് മറ്റൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്തയിലോട്ട്, പഴയ എപ്പിക്യൂരിയൻ ഫിലോസഫി പോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക ഒരു നിലയിലേക്ക് അവർ ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി കാട്ടത്തിയാണ് ഉറപ്പിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി കാട്ടത്തി ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി കാട്ടത്തി ഉത്തരം വളരെ ശരിയാണ്. 4 ചോദ്യത്തിന് ഉത്തരം നൽകി ആദ്യത്തെ റൗണ്ട് പൂർത്തീകരിച്ച് 1000 രൂപ സമ്മാനത്തുക കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് മടങ്ങിപ്പോകുമ്പോൾ 1000 രൂപ നിശ്ചയമായിട്ടും ലഭിക്കും. മുൻപിലേക്കുള്ള ചോദ്യങ്ങളിൽ ഇനിയും അതിവേഗ ഉത്തരം പറയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. നിശ്ചയമായിട്ടും മുമ്പിലേക്ക് പോകുമ്പോൾ 2ാമത്തെ റൗണ്ടിൽ 2 ഓപ്ഷൻ നമ്മുടെ മുൻപിലുണ്ട്. ഒന്നുകിൽ പഴയ നിയമം അല്ലെങ്കിൽ പുതിയ നിയമം. ഏത് പുസ്തക ഭാഗത്തു നിന്ന് വേണം ചോദ്യം? പുതിയ നിയമമാണ് തിരഞ്ഞെടുക്കുന്നത്. പുതിയ നിയമത്തിൽ നിന്നുള്ള 2ാമത്തെ റൗണ്ടിലെ 1ാമത്തെ ചോദ്യം. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണും എന്ന് ദൂതൻ അടയാളം കൊടുത്തത് ആർക്ക്? ഓപ്ഷൻ എ വിദ്വാൻമാർക്ക്, ഓപ്ഷൻ ബി ഇടയന്മാർക്ക്, ഓപ്ഷൻ സി ഹെരോദാവിന്, ഓപ്ഷൻ ഡി പരീശന്മാർക്ക്. ആർക്കാണ് ദൂതൻ അടയാളം കൊടുത്തത്? ഓപ്ഷൻ ബി ഇടയന്മാർക്ക്. ഓപ്ഷൻ ബി ഇടയന്മാർക്ക്. ഉറപ്പിക്കാം. ഓപ്ഷൻ ബി ഇടയന്മാർക്ക് ഉത്തരവ് ഉറപ്പിക്കുകയാണ്. യേശുവിനെ കുറിച്ച് ദൂതൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗമാണ്. അവര് രാത്രിയിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുന്നതാണ്, ദാവീദിന്റെ പട്ടണത്തിൽ ഒരു ശിശു ജനിച്ചിരിക്കുന്നു, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സന്ദേശത്തിന്റെ സ്വീകർത്താക്കൾ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഏതായാലും പരീശന്മാരല്ല എന്ന കാര്യത്തെ കുറിച്ച് ബോധ്യമുണ്ട്. വിദ്വാൻമാരുമല്ല, ഹെരോദാവുമല്ല എന്ന ഓപ്ഷൻസ് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഓപ്ഷൻ ബി ഇടയന്മാർ എന്ന ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി ഇടയന്മാർ എന്ന ഉത്തരം ശരിയാണ്. 1000 രൂപയിൽ നിന്ന് സമ്മാനത്തുക 1500 വർദ്ധിച്ചിട്ടുണ്ട്. 2ാമത്തെ റൗണ്ടിലെ 1ാമത്തെ ചോദ്യവും ഉത്തരവും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. 6ാമത്തെ ചോദ്യത്തിലേക്ക്. വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നത് ആര്? ഓപ്ഷൻ എ ദുഷ്ടൻ, ഓപ്ഷൻ ബി സാത്താൻ, ഓപ്ഷൻ സി ഇരുട്ടിലിരിക്കുന്നവൻ, ഓപ്ഷൻ ഡി കള്ളൻ. ഇതിലാരാണ് വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നത്? ഓപ്ഷൻ ബി സാത്താൻ. ഓപ്ഷൻ ബി സാത്താൻ ഉറപ്പിക്കുന്നു. ഓപ്ഷൻ ബി സാത്താൻ ഉത്തരം ഉറപ്പിക്കുന്നു. അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ഒരു നല്ല മനുഷ്യനായിട്ട് നമുക്ക് ഇന്നത്തെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. നല്ല ആളായിട്ട് സാത്താൻ പ്രത്യക്ഷപ്പെടാറാണ് സാധാരണ പതിവ്. അതെ, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം സാത്താൻ പ്രത്യക്ഷപ്പെടുന്നത് ഈ ഒനിഡ ടിവിയിലെ പരസ്യം കൊമ്പും ഭീകര ജീവിയൊക്കെ ആയിട്ടാണ്. പക്ഷെ സാത്താൻ നമുക്കിടയിൽ തന്നെയാണ് എന്നുള്ളൊരു കാര്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, അല്ലേ? അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. അവൻ ഉപായത്താൽ ചതിച്ചു. ഭയങ്കര ഒരു ഭീകര സത്വമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരികയോ നമ്മളെ മനസ്സ് തിരിച്ചു കളയുകയോ ഒന്നുമല്ല.
നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് യൂദയുടെ ഹൃദയത്തെ സാത്താൻ കൈവശപ്പെടുത്തിയതുപോലെ സ്വാധീനിച്ചതുപോലെ, പത്രോസിന്റെ ഹൃദയത്തെ പിശാച് സ്വാധീനിച്ചതുപോലെ, ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ നിൽക്കുന്ന ആളുകളുടെ ഹൃദയത്തെയും സ്വാധീനിച്ച് ലക്ഷ്യം തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതിന് മറ്റൊരു പദം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ്ക്കൾ. ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ്ക്കൾ. അകമേ ചെന്നായ്ക്കളാണ്, പുറമേ ആട്ടിൻതോലാണ് അവരുടെ ഭാവം. അപ്പോ ഇവിടെ ഇത് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന, ഏറ്റവും തിരിച്ചറിയേണ്ട, ഞാനെപ്പോഴും മിക്കവാറും സംസാരിക്കുന്ന ആളുകളോട് പറയാറുണ്ട്, നമുക്ക് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ട വരം ഡിസൈനിങ് സ്പിരിറ്റ് ആണ്, വിവേചനപരമാണ്. നിശ്ചയമായിട്ട് കാര്യങ്ങളെ വിവേചിക്കണം. യോഹന്നാന്റെ ലേഖനമാകുന്നു 4:1, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുണ്ട്, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയൊന്ന് ശോധന ചെയ്യുവിൻ. അവിടെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. അതാണ് അവിടെയാണ് അതിന്റെ ഗൗരവം. ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, അവര് അറിഞ്ഞില്ല. പലർക്കും അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊരു കാര്യമാണ്. അപ്പൊ ഈ വാക്യമൊക്കെ എത്ര കൃത്യമായിട്ടാണ് വചനം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്നു. സാത്താൻ വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് നമുക്കിടയിലേക്ക് വരും. നമുക്ക് പരിശോധിക്കാം. 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി, സാത്താൻ. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി, സാത്താൻ. ഉത്തരം വളരെ ശരിയാണ്. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി 2000 രൂപ സമ്മാനത്തുക ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർക്കുള്ള ഉത്തരത്തിന്റെ 2ാമത്തെ സൂചന നിങ്ങളോട് പങ്കുവെക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ ഉത്തരങ്ങൾ പങ്കുവെക്കാൻ. ആവേശത്തോടെ ഉത്തരം പങ്കുവെച്ചാൽ, 2ാമത് ഒരു ഉത്തരം ഒരുപക്ഷെ നൽകിയാൽ അത് എത്രത്തോളം നന്നാകുമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് വളരെ ക്ഷമയോടെ വിവേകത്തോടെ ഉത്തരങ്ങൾ കൈമാറുക. ഇതാണ് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന 2ാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 2ാം സൂചന. സംഗീതക്കാർക്കും വാദ്യക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം നൽകി വന്നതും ലേവ്യർക്ക് നിവേദിതങ്ങളെ കൊടുത്തതും എൻ്റെ കാലത്താണ്. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. നമുക്ക് മടങ്ങി വരാം. അടുത്ത ചോദ്യത്തിലേക്ക് മുമ്പിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. താഴെ പറയുന്നവർ എപ്രകാരമുള്ള അഭിസംബോധനയാണ് പത്രോസിന്റെ ലേഖനത്തിൽ കാണപ്പെടാത്തത്? ഓപ്ഷൻ എ, വേലക്കാരെ. ഓപ്ഷൻ ബി, ഭാര്യമാരെ. ഓപ്ഷൻ സി, യജമാനന്മാരെ. ഓപ്ഷൻ ഡി, ഭർത്താക്കന്മാരെ. ഇതിൽ ഏത് അഭിസംബോധനയാണ് പത്രോസിന്റെ ലേഖനത്തിൽ കാണപ്പെടാത്തത്? ഓപ്ഷൻ സി, യജമാനന്മാരെ. ഓപ്ഷൻ സി, യജമാനന്മാരെ. ഉറപ്പിക്കുകയാണ്? ഉറപ്പിക്കാം. സംശയമൊന്നുമില്ല? ഇല്ല, ഏറെക്കുറെ ഹൃദയത്തിൽ ഒരു ബോധ്യമുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി, യജമാനന്മാരെ. ഉത്തരം ഉറപ്പിക്കുകയാണ്. പത്രോസിന്റെ ലേഖനം 3ാം അധ്യായത്തിൽ ഭാര്യമാരെ, ഭർത്താക്കന്മാരെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. സ്ത്രീജനം ബലഹീന പാത്രം എന്നൊക്കെ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം വേലക്കാരോടും പറഞ്ഞിട്ടുണ്ട്. വേലക്കാരെ എന്നുള്ള പദവും എന്റെ ഓർമ്മയിലുണ്ട്. ഉണ്ട്. അതിന്റെ തൊട്ടു മുകളിലായിട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത് എന്ന് പറയുന്നത് വേലക്കാരോടാണ് എന്നെനിക്ക് തോന്നുന്നു. അതിന് താഴെ യജമാനന്മാരെ എന്നും അഭിസംബോധന ചെയ്തതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? പത്രോസിന്റെ ലേഖനത്തിൽ ഇല്ലെന്നാണ് എന്റെ ഒരു ബോധ്യം. എഫീസ് ലേഖനത്തിൽ ഉണ്ട്, എല്ലാവരോടും ഉണ്ട്. ലേഖനത്തിലുണ്ട്. യജമാനന്മാര് കൊലോസ്യരിലും ഉണ്ടെന്ന് യജമാനന്മാരോടുള്ള നിയോഗങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പരിശോധിക്കാം. 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി, യജമാനന്മാരെ എന്നാണ്. ആ ഉത്തരം ശരിയാണോ? യജമാനന്മാരെ എന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ കാണപ്പെടാത്തത്. ആ ഉത്തരവും വളരെ ശരിയാണ്. സമ്മാനത്തുക 2500 എത്തിയിട്ടുണ്ട്. മുമ്പിലേക്ക് പോകുമ്പോൾ ഞാൻ ഓർപ്പിക്കുകയാണ്, എവിടെങ്കിലും ഒരാശങ്ക തോന്നുന്നെങ്കിൽ മത്സരം അവിടെ അവസാനിപ്പിക്കാം. ഇനി ഉത്തരം പറയാൻ തോന്നുന്നില്ല, കൺഫ്യൂസ്ഡ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മത്സരം അവിടെ അവസാനിപ്പിച്ചാൽ ഇപ്പോൾ ഏത് സമ്മാനത്തുകയിൽ എത്തി നിൽക്കുന്നുണ്ടോ ആ തുകയിൽ അതുമായി നമുക്ക് മടങ്ങിപ്പോകാം. ആശങ്ക തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ആ മത്സരം ക്വിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് മുമ്പിലേക്ക് പോകാവുന്നതാണ്. ഈ 2ാമത്തെ റൗണ്ട് നിൽക്കുമ്പോൾ ടൈമർ ശ്രദ്ധിക്കേണ്ട, ഇത് സമയം എടുക്കാം ആലോചിക്കാൻ, ഒരുപാടല്ല എങ്കിലും ഉത്തരം ആലോചിക്കാൻ സമയം മുൻപിലുണ്ട് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം.
വയലിലെ കളയുടെ ഉപമ യേശുക്രിസ്തു തെളിയിച്ചു കൊടുത്തതിൽ തെറ്റായി നൽകിയിരിക്കുന്നത് ഏത്? ഓപ്ഷൻ എ കള വിതച്ച ശത്രു പിശാച്, ഓപ്ഷൻ ബി കൊയ്ത്ത് ലോകാവസാനം, ഓപ്ഷൻ സി കള രാജ്യത്തിന്റെ പുത്രന്മാർ, ഓപ്ഷൻ ഡി വയൽ ലോകം. ഇതിൽ തെറ്റായി നൽകിയിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി കള രാജ്യത്തിന്റെ പുത്രന്മാർ. ഓപ്ഷൻ സി കള രാജ്യത്തിന്റെ പുത്രന്മാർ. ഉറപ്പിക്കാം. ഓപ്ഷൻ സി കള രാജ്യത്തിന്റെ പുത്രന്മാർ ഉറപ്പിക്കുന്നു. ആ ഉപമയിലൂടെ നിരവധി തവണ കടന്നു പോയിട്ടുള്ളത് കൊണ്ടും ആ വാക്ക് ഏതായാലും ഈ കാവൽക്കാരൻ ഉറങ്ങുന്നതിനിടയിലാണ് ശത്രു വന്ന് കള വിതച്ച് പോയി കളഞ്ഞത്. അവിടെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു കാര്യം, യജമാനൻ വന്ന് പറയുന്നത്, വേലക്കാരൻ ചോദിക്കുന്നുണ്ട് കള പിഴുത് കളയട്ടെ. ഇപ്പൊ യജമാനൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ എങ്ങനെ? ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, കൊയ്ത്തോളം വളരട്ടെ. ഇപ്പൊ കള പറിച്ചാൽ നല്ലതും കൂടെ ആ കൂട്ടത്തിൽ പിഴുതു. അതിനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും? നമ്മളിപ്പോ പ്രത്യേകിച്ച് ശിക്ഷണ നടപടികളെ കുറിച്ചുള്ളൊരു ഭാഗമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. പെട്ടെന്ന് നമ്മളൊരു സഡൻ ആക്ഷൻ എടുത്താൽ അത് കൂടെയുള്ളവരെയും ബാധിക്കും എന്നുള്ള നിലയിലാണോ അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്? അങ്ങനെയും എടുക്കാം. അപ്പോ അത് വളരെ ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ് ഈ ദൈവസഭയിലെ അച്ചടക്ക നടപടി, ആത്മീയ ശിക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഹാനികരമായേക്കാം. ഹാനികരമാകാം. അതിന്റെ അർത്ഥം നമ്മൾ അനീതിയെ പ്രോത്സാഹിപ്പിക്കണമെന്നോ വളർത്തണമെന്നോ അല്ല, പക്ഷെ വിവേചിച്ച് ആ കാര്യം തീരുമാനിക്കണം. ഇത് ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് വളരെ മാനസികമായിട്ട് നമുക്ക് വളരെ സമ്മർദ്ദം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു അച്ചടക്ക നടപടി എടുക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞത് എത്രത്തോളം വളരട്ടെ, പക്ഷെ ഒടുവിൽ ഏതായാലും ഇവിടെ നമ്മളത് അവഗണിച്ച് കളഞ്ഞാലും ഒടുവിൽ കൊയ്ത്തിന്റെ സമയത്ത് ഇത് ഈ കളയെല്ലാം പിഴുത് തീയിലിടുന്ന ഒരു സമയം ഉണ്ടാകും. നീതിമാനായ ഒരു ന്യായാധിപൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോ 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി കള രാജ്യത്തിന്റെ പുത്രന്മാർ എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ സി ആ ഉത്തരം ശരിയാണോ? കള രാജ്യത്തിന്റെ പുത്രന്മാർ എന്ന ഉത്തരം വളരെ ശരിയാണ്. അതാണ് തെറ്റായി ഉപമയിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ആ ചോദ്യത്തിന് ഉത്തരം നൽകിയപ്പോൾ 3000 രൂപയുടെ സേഫ് സോണിൽ എത്തി നിൽക്കുകയാണ്. 2 റൗണ്ട് വളരെ കൃത്യമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ചോദ്യങ്ങളെല്ലാം വളരെ ധൈര്യത്തോടെ നേരിട്ടിട്ടുണ്ട്. ഒരു ദൈവദാസനാകുമ്പോൾ കൂടെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ബമ്പർ നേടുന്ന ആദ്യത്തെ മത്സരാർത്ഥിയാകട്ടെ. ഇതിനു മുൻപ് ഇതുപോലെ തന്നെ ഒരു പാസ്റ്ററാണ് ബമ്പർ ചോദ്യം അറ്റൻഡ് ചെയ്ത ഒരേ ഒരു മത്സരാർത്ഥി. അദ്ദേഹം 6000 എത്തി നിന്നു, ബമ്പർ ചോദ്യം അറ്റൻഡ് ചെയ്തു. ബമ്പർ ചോദ്യം അറ്റൻഡ് ചെയ്തതിൽ ഫെയിലായി 3000 അദ്ദേഹം മടങ്ങി വന്നു. എങ്കിലും അദ്ദേഹത്തെ ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ആ ചോദ്യം ഫേസ് ചെയ്യാൻ ഒരു ധൈര്യം കാണിച്ചു. ഏകദേശം ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് അദ്ദേഹം വന്നത്. എത്തിയില്ല എന്നുള്ള നിലയിലാണ് അത് അവസാനിപ്പിച്ചത്. ഏതായാലും സണ്ണി പാസ്റ്റർക്ക് എത്തിപ്പിടിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. 3ാമത്തെ റൗണ്ടിൽ 3 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. 1 ലോക മതങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, 2 മിഷണറി ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, 3 ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇതിലേതാണ് തിരഞ്ഞെടുക്കുന്നത്? മ്യൂസിക് ആണ് തിരഞ്ഞെടുക്കുന്നത്, ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്ന്. അതുമായിട്ട് മുൻപോട്ട് പോകാം. മ്യൂസിക് തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഇതിനു മുൻപ് വന്ന ആളുകൾ ആദ്യമായിട്ടാണ് ഒരാൾ മ്യൂസിക് തിരഞ്ഞെടുക്കുന്നത്. ബാക്കി എല്ലാവരും ലോക മതങ്ങളും മിഷണറി ചരിത്രവും ഒക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് മ്യൂസിക് തിരഞ്ഞെടുത്തു? ഞാൻ ബൈബിൾ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് MD ഒക്കെ ചെയ്യുമ്പോൾ റിലീജിയനും മിഷണറീസും ഒക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് മ്യൂസിക്കുമായിട്ടാണ്. കാരണം ഒരു 10-20ഓളം ഗാനങ്ങൾ എഴുതാൻ കർത്താവ് കൃപ നൽകി. ഒരു 4 എണ്ണം പ്രസിദ്ധീകരിച്ച് യൂട്യൂബിൽ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന കർമ്മേൽ ചർച്ചിലെ കൊയർ ലീഡർ ജോസി ജോയിയുടെ ചാനലിലാണ്. അത് നമ്മുടെ വേഴ്സ് വ്യൂവിന്റെ അപ്ഡേറ്റഡ് വേർഷനിലും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാട്ടുകൾ പണ്ട് മുതലേ വളരെ ഇഷ്ടമാണ്. പാടാൻ താലന്തില്ല, അതൊരു നഗ്ന സത്യമാണ്. പക്ഷെ എഴുതാനുള്ള കൃപ കർത്താവ് തന്നിട്ടുണ്ട്. അപ്പം അതിന് ഈണം പകരുന്നതും ഞാൻ തന്നെയാണ്, അതും കർത്താവ് തരുന്നതാണ്. ഈണം പകർന്നിട്ടുള്ളതും വരികളും ഈണവും പാസ്റ്ററിന്റേതാണ്. പക്ഷെ പാടാൻ താലന്തില്ല.
പരിശ്രമിച്ചാൽ എല്ലാവർക്കും പാടാവുന്നേ. അപ്പൊ എന്നെ ഞാൻ പാടുമ്പോൾ ഇപ്പോൾ കേൾക്കുന്നവർ പറയുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളെക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇനി നല്ലപോലെ പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഇതിലേക്ക് പോകുമ്പോൾ, മ്യൂസിക്കിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഗാന രചയിതാക്കൾ അതിന്റെ പശ്ചാത്തലം സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങളിലേക്കായിരിക്കാം പോകുന്നത്. എങ്കിലും അത് തന്നെയാണ് ഉറപ്പിച്ചത്. നിശ്ചയമായിട്ടും അറിയാം, റിലീജിയനേക്കാളും മിഷണറീസിനേക്കാളും എനിക്ക് ഇതാണ് അല്പം ധൈര്യമുള്ളത്. ഈ മ്യൂസിക്കിന്റെ മേഖലയിൽ ഈ പോകുന്ന, മേഖലയിൽ എക്സ്പേർട്ട് അല്ല എങ്കിലും ഒരു കോൺഫിഡൻസ് ഇതിലാണ് മ്യൂസിക്കിലാണ്. അപ്പൊ നമുക്ക് മുൻപോട്ട് പോകാം. മൂന്നാമത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം ഒരു ഓഡിയോ ആണ് ഇനി കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഗാനം ഏതാണെന്ന് കണ്ടെത്തണം. ഇൻസ്ട്രുമെന്റ്സിൽ വായിച്ചിട്ടുള്ള ഒരു ഓഡിയോ ആണ് കേൾപ്പിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് മാത്രം ഒരു ഓഡിയോ. ആ ഓഡിയോ കേട്ടതിന് ശേഷം ഒരു പാട്ടാണ്, മൗത്ത് ഓർഗണിൽ വായിച്ചിട്ടുള്ള ഒരു പാട്ടാണ് കേൾപ്പിക്കുന്നത്. ആ പാട്ട് ഏതാണെന്ന് തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുക. പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടെ കേൾപ്പിക്കുക പാട്ട്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള, പാടി ആരാധിക്കുന്ന, ഏറെ പരിചിതമായ ഒരു ഗാനത്തിന്റെ, എന്നാൽ പഴയ ഒരു ഗാനത്തിന്റെ വരികളാണ്. അതിന്റെ ആദ്യമാണോ പറയേണ്ടത്? ആദ്യം ഈ വരികൾ പറയാം. ഏതെങ്കിലും വരി മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് പറയാം. ആദ്യമാണെങ്കിൽ അത് പറയാം. എന്റെ ഓർമ്മയിൽ വന്നു നിൽക്കുന്നത് കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ, അതാണ് വന്നു നിൽക്കുന്നത്. എന്റെ പല പാട്ടുകളോട് സാമ്യം തോന്നുന്നു, എങ്കിലും അതാണെന്നൊരു ചിന്തയിലോട്ട് ഞാൻ എത്തുന്നു. അതാണെന്നുള്ളൊരു ചിന്തയിൽ ഒന്നുകൂടെ ചിന്തിക്കാം. ആ പാട്ടുമൊക്കെ ആയിട്ട് സമാനതയുള്ള ഒന്നുകൂടെ വേണമെങ്കിൽ കേൾപ്പിക്കാം. നമ്മൾ ആദ്യമാണ് മ്യൂസിക് തിരഞ്ഞെടുത്തൊരു ഓഡിയോയിലൂടെ പോകുന്നത്. അതുകൊണ്ട് ഒരു തവണ കൂടെ കേൾപ്പിക്കുകയാണ്. മനസ്സിന്റെ അകത്ത പാട്ട് കിടപ്പുണ്ട്, പക്ഷേ അത് എത്തുന്നില്ല ഓർമ്മയിലോട്ട്. വരികൾ വരുന്നില്ല. ചിന്തിക്കാൻ സമയം എടുക്കാം. ഒന്ന് ആലോചിച്ച് ഒന്ന് പാടിയൊക്കെ നോക്കാം. മനസ്സിലൊന്ന് മൂളിയൊക്കെ നോക്കി കണ്ടുപിടിക്കാമോ? ഒരു പഴയ ഗാനമാണെന്ന് അറിയാം. ആ വരികൾ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ തുടക്കം ഞാൻ പറഞ്ഞു. ഈ പാട്ടിന്റെ ആമോദമായി പാടും
ആമോദമായി പാടും ശാലേമിൻ ഗീതം. ആ പാട്ടിന്റെ തുടക്കം എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. അതുമായിട്ട് ചെറിയൊരു സാമ്യത ഉണ്ട്, എങ്കിലും ആ സെക്കൻഡ് ഹാഫ് ഒക്കെ മ്യൂസിക് മാറിയാണ് വരുന്നത്. ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ആയതുകൊണ്ട് ഞാൻ ഒരു ക്ലൂ തരാം. ആ ക്ലൂ വേറൊന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ 2 ടേമിലുള്ള സൺഡേ സ്കൂളിന്റെയോ PYPയുടെയോ ഏതോ താലന്ത് പരിശോധനയിൽ പാട്ടിപ്പൊ നമുക്ക് നൽകിയിട്ടാണല്ലോ 3 പാട്ടുകൾ. ആ കൂട്ടത്തിൽ ഈ പാട്ടുണ്ടായിരുന്നു. ഈ പാട്ട് മത്സരത്തിനുള്ള ഒരു പാട്ടായിരുന്നു. അതാണ് സോളോ പാടാൻ തന്നിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഈ പാട്ട്. ഓർത്തെടുക്കാൻ ഞാനൊരു സഹായം തന്നു. മനസ്സിലായി. ഓഡിയോ ഒരിക്കൽ കൂടെ പ്ലേ ചെയ്യുമോ? ഒന്നുകൂടെ. ഓർമ്മയിൽ വരുന്നില്ല. ഇല്ല. ഇവിടെ ഇത് 3000 രൂപയുടെ സേഫ് സോണിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും ആ സേഫ് സോണിലാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും ഇനി ഒരു 2-3 ഉത്തരം പറയാൻ ഞാനൊരു ചോയ്സ് തരികയാണ്. ഇതിവിടെ നിർത്തുകയാണ്. ഒരു മനസ്സിൽ വരുന്ന ഒരു 2-3 പാട്ട് ഏതൊക്കെയാണ് മനസ്സിൽ വരുന്നത്? എന്നേശുവിൽ മാർവിൽ ഞാൻ ചാരിക്കൊണ്ടു. അതിന്റെ ബാക്കി വരികൾ അറിയത്തില്ല. അതൊരു പാട്ടുണ്ട്. പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ശബ്ദം കേട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. പാസ്റ്റർക്ക് മാത്രമാണോ ഈ ആശങ്ക, അത് ഓഡിയോ കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഏത് പാട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത് അത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വേറെ പാട്ടുകളൊന്നും ഓർമ്മയിലോട്ട് വരുന്നില്ല. പഴയ ഗാനമാണെന്നുള്ള നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നമ്മള് ഏതായാലും മത്സരം അപ്പോ ഇവിടെ അവസാനിക്കുകയാണ്. പാസ്റ്റർ പറഞ്ഞതല്ല അതിന്റെ ഉത്തരം. നമ്മൾ ഏത് പാട്ടാണ് എന്നുള്ളത് വായിച്ച അതേ മ്യൂസിഷ്യന്റെ ഓഡിയോയിൽ തന്നെ നമ്മളത് പ്ലേ ചെയ്യുകയാണ്. അത് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവീര്യമോ അല്ല മറുവിലയായി, എൻ പേർക്കു യാഗമായി തീർന്നവനാം ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ ഞാൻ പാടും ഈ നാളിനി. അതേ ട്യൂണിൽ 1-2 പഴയ ഗാനങ്ങൾ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഏതാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതല്ല. ഇതേ ട്യൂണിൽ 1-2 ഗാനങ്ങളും കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഗാനങ്ങളല്ല, വേറെ 1-2 ഗാനങ്ങളാണ്. നമ്മള് ഈ ഇൻസ്ട്രുമെന്റിൽ വായിച്ചിട്ടുള്ള അതേ ശിഷ്യൻ തന്നെ പാടി, അദ്ദേഹത്തെ കൊണ്ട് തന്നെ നമ്മളിത് വായിപ്പിക്കുകയും റെക്കോർഡ് ചെയ്യുകയും കൊണ്ടുവന്നതാണ്. ഏതായാലും കർത്താവിന്റെ ദാസൻ അത് മനസ്സിലാക്കും. കാരണം എനിക്ക് തോന്നുന്നു പരിചയമുള്ള ഗാനമാണ്. വർഷങ്ങളായി നമ്മള് സഭായോഗങ്ങളിലൊക്കെ പാടി. നമ്മുടെ പഴയ ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാട്ടാണ്. ആശയ സമ്പുഷ്ടമാണ് പാട്ടാണ്. മനസ്സിലാക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ പാട്ട് നമ്മൾ ഉൾപ്പെടുത്തിയത്. അതൊരു ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത് പെട്ടെന്ന് നമുക്ക് ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ ആ ടൂണുമായിട്ട് മനസ്സൊത്തു പോകുന്നുണ്ടോ?
നമുക്ക് നോക്കാം. പ്രോഗ്രാം മുൻപിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ് നമുക്ക് നോക്കാവുന്നതാണ്. അവർക്കും മനസ്സിലായോ അതോ കാരണം നമ്മൾ ഈ ദൈവദാസന്മാര് ആയിരക്കണക്കിന് പാട്ടുകളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടേ അതിന്റെ എല്ലാം മ്യൂസിക് നമ്മുടെ അകത്ത് കിടക്കുന്നു, ഈണങ്ങൾ കിടക്കുന്നു. അതുകൊണ്ടൊരു പ്രതിസന്ധി ഒരാശയക്കുഴപ്പം വരും. അതെ. ഏതായാലും നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ മൂന്നാമത്തെ സൂചന കൂടെ നൽകുകയാണ്. വേഗത്തിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. വേഗത്തിൽ ചെയ്യും. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ മൂന്നാം സൂചന. മേൽപ്പറഞ്ഞ 2 വ്യക്തികളും ഒരേ സ്ഥാനം അലങ്കരിച്ചതായി തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ സ്ഥാനം? Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ഇതേ ട്യൂൺ ഉൾപ്പെടുന്ന മറ്റൊരു ഗാനം കൂടെ പറയാൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ മത്സരത്തിൽ മുൻപോട്ട് പോകാമായിരുന്നു. പക്ഷെ അത് ചില സമയങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുക പ്രയാസമാണ്. ആദ്യമായിട്ടാണ് ഒരാള് മ്യൂസിക്കിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇതുവരെ ആരും ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് ഇത് എങ്ങനെയായിരിക്കും ചോദ്യം എന്നൊരു ചിത്രം പോലും ആർക്കും തന്നെ ഇല്ല. അതുകൊണ്ട് അതിനകത്തൊരു ആശങ്ക നേരിട്ടു. എങ്കിലും അടൂരിൽ നിന്നും VM സണ്ണി പാസ്റ്റർ വന്ന് ഇത്രയും 2 റൗണ്ട് വളരെ മനോഹരമായി വേഗത്തിൽ മത്സരിച്ചു. 3000 രൂപ ഒരു സമ്മാനത്തുകയിൽ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഒടുവിൽ ബമ്പർ ചോദ്യത്തിലെത്തി അത് ഫിനിഷ് ചെയ്യുമെന്ന് മനസ്സിലാഗ്രഹിച്ചിരുന്നു. എങ്കിലും വളരെ സന്തോഷം പരിചയപ്പെടാനും ഒരുമിച്ച് ബൈബിൾ ബ്രെയിൻസിന്റെ ഈ വേദിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ. തുടർന്നും ശുശ്രൂഷയിൽ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് കർത്താവിന്റെ ദാസന്റെ കുടുംബത്തെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല, അതുകൂടെ ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരൊക്കെയുണ്ട് വീട്ടില്? ഞാൻ കുടുംബസ്ഥനാണ്. വൈഫിന്റെ പേര് ജയ്മോൾ എന്നാണ്. 2 മക്കളുണ്ട്. മൂത്ത മകൻ ജോഷുവ, അവന് പോസ്റ്റ് ഗ്രാജുവേഷൻ ലണ്ടനിൽ പഠിച്ചിട്ട് ഇപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. മോള് ജോഫിയ, അവള് കുടുംബസ്ഥയാണ്. അവള് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഏതായാലും എല്ലാവരോടും കർത്താവിന്റെ ദാസൻ വളരെ നന്നായി മത്സരിച്ചു. ഗാനം വരുമ്പോൾ എല്ലാവർക്കും അത് ഐഡന്റിഫൈ ചെയ്യുക പ്രയാസമാണ്. മിക്കവാറും നമ്മുടെ എല്ലാ ഗാനങ്ങളും ഒരേ തരത്തിലും ഒരേ താളത്തിലും ട്യൂണിലും ഒക്കെ ആയതുകൊണ്ട് നമുക്കൊരു വരികൾ കേൾക്കുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണെങ്കിലും അദ്ദേഹം വളരെ നന്നായി പരിശ്രമിച്ചു. ഏകദേശം അതിന്റെ അടുത്തുള്ള ഗാനങ്ങൾ വരെ എത്തിച്ചേരാൻ സാധിച്ചു. വളരെ നന്നായി മത്സരിച്ചിട്ടുള്ള VM സണ്ണി പാസ്റ്റർക്ക് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോട് ഇനിയും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി കണ്ടുമുട്ടുന്നവരെ ബൈബിൾ ബ്രെയിൻസിന്റെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520990. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.